ഒരൊറ്റ സെഞ്ചുറി കൊണ്ട് സഞ്ജു സാംസൺ മാറ്റിയെഴുതിയ കഥകളും അഭിപ്രായങ്ങളും നിരവധിയാണ്. സ്ഥിരം വിമർശകരെ പോലും ഫാനാക്കി മാറ്റിയതിനൊപ്പം അവരുടെ അഭിപ്രായ പ്രകടനങ്ങളെ ആ പയ്യൻ കൊള്ളാം എന്ന നിലയിലേക്ക് മാറ്റി എഴുതാനും സഞ്ജുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനയാൾ നന്ദി പറയേണ്ടത് മറ്റൊരാളോടാണ്. സഞ്ജുവിനെ കണ്ണുമടച്ച് വിശ്വസിച്ച് അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുത്ത ക്യാപ്റ്റൻ കണ്ണൂർ ലോകേഷ് രാഹുൽ എന്ന KL രാഹുൽ. ക്യാപ്റ്റൻ എന്ന നിലയിലും രോഹിതിനു ശേഷം തനിക്ക് ഈ റോൾ നന്നായി തന്നെ ചെയ്യാനാവുമെന്ന് കഴിഞ്ഞ മത്സരത്തിലൂടെ തെളിയിക്കുകയും ചെയ്തു KL രാഹുൽ. നോ രോഹിത് ശർമ്മ, കോഹ്ലി, ഹാർദിക് പാണ്ഡ്യ, ബുംറ, സിറാജ് ഓർ ഷമി. നോ കീ പ്ലേയേഴ്സ്, വീക്ക് ബാറ്റിംഗ്, വീക്ക് ബോളിംഗ്. ദീപക് ചഹാർ റൂൾഡ് ഔട്ട്. നോ സീനിയർ കോച്ചിംഗ് സ്റ്റാഫ്. No Shreyas Iyer for second and third ODIs. Not a problem for Captain KL Rahul. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ സീനിയർ താരങ്ങൾ ഇല്ലാതെ ഇറങ്ങിയ ഇന്ത്യയുടെ യുവ താരനിരയുടെ കരുത്തിലാണ് പരമ്പര ഇന്ത്യ നേടിയെടുത്തത്. KL രാഹുലിന് കീഴിലാണ് ഇന്ത്യയുടെ ഈ ചരിത്ര നേട്ടം. 5 വർഷത്തിനിടെ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയിൽ നേടുന്ന ആദ്യത്തെ ഏകദിന പരമ്പര കൂടിയാണിത്. അപ്പോൾ KLന്റെ ക്യാപ്റ്റൻസിക്കൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് അദ്ദേഹം യുവതാരങ്ങൾക്ക് നൽകുന്ന അവസരങ്ങളും. കഴിഞ്ഞ പരമ്പരകളിലെല്ലാം ഫ്ലോപ്പ് ആയിരുന്ന അർഷദീപ് ഫോം വീണ്ടെടുത്ത് ഈ സീരീസിൽ മാൻ ഓഫ് ദ സീരീസ് ആയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ സഞ്ജു സാംസണ് അദ്ദേഹം നൽകുന്ന സപ്പോർട്ടും എടുത്തു പറയേണ്ടതാണ്. 2015 ടീമിലെത്തിയതാണ് സഞ്ജു സാംസൺ. അജിങ്ക്യ രഹാനെ, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ശിഖർ ധവാൻ, ഹാർദിക് പാണ്ഡ്യ തുടങ്ങി ഈ കാലങ്ങളിലായി നിരവധി ക്യാപ്റ്റന്മാരുടെ കീഴിൽ കളിച്ചിട്ടുണ്ട് സഞ്ജു. എങ്കിലും ഈ കാലങ്ങളിലായി സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത ക്യാപ്റ്റന്മാർ വിരളമായിരുന്നു. തമ്മിൽ ഭേദം എന്ന നിലയിൽ വന്നത് ശിഖർ ധവാൻ എന്ന ക്യാപ്റ്റനാണ്. ശിഖർ ക്യാപ്റ്റനായിരുന്നപ്പോഴാണ് സഞ്ജുവിന് കൂടുതൽ പരിഗണന കിട്ടിയത്. പക്ഷേ ആ സമയം എന്നത് ധവാന്റെയും ഏതാണ്ട് ഒഴിവാക്കപ്പെടുന്ന കാലമായിരുന്നു. ധവാന് ശേഷം പിന്നീട് ഒരു ക്യാപ്റ്റൻ സഞ്ജുവിനെ അറിഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് KL രാഹുൽ മാത്രമാണ്. സഞ്ജുവിന് വിക്കറ്റ് കീപ്പിംഗ് ചെയ്യാനുള്ള അവസരം നൽകുന്നു, 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യാനുള്ള അവസരം നൽകുന്നു. അതിനൊപ്പം മാച്ചിന് ശേഷമുള്ള പ്രസന്റേഷൻ സെറമണിയിൽ സഞ്ജുവിനെ വാനോളം പുകഴ്ത്തുന്നതിനൊപ്പം സഞ്ജുവിന് വേണ്ടത്ര അവസരം ലഭിച്ചിട്ടില്ലെന്ന് കുറ്റസമ്മതം നടത്തുകയും ചെയ്യുന്നു. ഒരു ഫുൾ ഫ്ലെഡ്ജിലുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു കളിക്കുന്ന അതേ പൊസിഷനിലാണ് രാഹുലും കളിക്കുന്നതെന്ന് ഓർക്കണം. വിക്കറ്റ് കീപ്പർ, ബാറ്റ്സ്മാൻ. സഞ്ജു ഫോമായാൽ തന്റെ ടീമിലെ സ്ഥാനത്തിന് ഭീഷണിയാവാൻ പോകുന്നവനാണ് സഞ്ജു എന്ന് ഓർക്കണം. എന്നിട്ടും അതൊന്നും ആലോചിക്കാതെ നിസ്വാർത്ഥമായി തന്നെയാണ് ടീമിന്റെ വിജയത്തിന് വേണ്ടി KL രാഹുൽ നിലകൊണ്ടത്. തീർച്ചയായും അതിന് അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു എന്ന് തന്നെ പറയാം. സൗത്ത് ആഫ്രിക്കയുടെ 3-ാം ഏകദിനത്തിൽ ബാറ്റിംഗ് ദുഷ്കരമായിട്ടും 108 റൺസ് നേടി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചതാണ് സഞ്ജുവിന് ഗുണമായത്. സഞ്ജുവിലേക്ക് തിരിച്ചു വരുമ്പോൾ ടോസ് നഷ്ടമായി ബാറ്റിംഗിനെത്തിയ ഇന്ത്യ സഞ്ജുവിന്റെ സെഞ്ചുറി 108 റൺസ് കരുത്തിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 296 റൺസാണ് നേടിയത്. മുൻനിര തകർന്നുപോയി 3-ാമനായി ബാറ്റിംഗിനെത്തിയ സഞ്ജു ഉത്തരവാദിത്തത്തോടെ ബാറ്റ് വീശുകയായിരുന്നു. രാജ്യാന്തര ക്രിക്കറ്റിൽ സഞ്ജുവിന്റെ ആദ്യ സെഞ്ചുറി കൂടിയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ പിറന്നത്. 3 സിക്സറും 6 4ഉം ഉൾപ്പെടുന്നതായിരുന്നു സഞ്ജുവിന്റെ തകർപ്പൻ ഇന്നിംഗ്സ്. അപ്പോൾ ഏകദിനത്തിൽ സഞ്ജുവിന്റെ 16-ാമത്തെ ഇന്നിംഗ്സ് ആയിരുന്നു അത്. 2015 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയിട്ടുണ്ടെങ്കിലും ഇതുവരെ വളരെ ചുരുക്കം ഏകദിനങ്ങൾ മാത്രമാണ് സഞ്ജു കളിച്ചത്. കഴിഞ്ഞത് 16-ാമത്തെ മത്സരമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ക്യാപ്റ്റൻ KL രാഹുൽ പ്രസന്റേഷൻ സെറമണിയിൽ പറയുകയും ചെയ്തു. ക്യാപ്റ്റന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: IPL സഞ്ജു ഒരു മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കാറുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ദേശീയ ടീമിൽ എത്തുമ്പോൾ നിർഭാഗ്യവശാൽ പല കാരണങ്ങളാൽ ടോപ്പ് ഓർഡറിൽ അദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കാറില്ല. അദ്ദേഹത്തിന് ധാരാളം അവസരങ്ങളും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇന്നവൻ നന്നായി കളിച്ചത് കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. സാധാരണയായി ഞാൻ കൊടുക്കുന്ന നിർദ്ദേശം എപ്പോഴും ഗെയിം ആസ്വദിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഏറ്റവും മികച്ചത് തന്നെ നൽകുക, ബാക്കിയുള്ളവയെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. രാഹുൽ പ്രസന്റേഷൻ സെറമണിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഈ ഏകദിന പരമ്പര ഇന്ത്യ അലമാരയിൽ എത്തിച്ചതിന് പിന്നാലെ ഇപ്പോഴും കൈയടികൾ നേടിക്കൊണ്ടേ ഇരിക്കുകയാണ് സഞ്ജു സാംസൺ. സമ്മർദ്ദ സാഹചര്യത്തിൽ സഞ്ജുവിന് തിളങ്ങാനാവില്ലെന്ന് വിമർശിച്ചവർക്ക് മുന്നിൽ തലയെടുപ്പോടെ നിൽക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിരിക്കുകയാണ്. പല പ്രമുഖരും സഞ്ജുവിന്റെ പ്രകടനത്തെ ഇപ്പോഴും പ്രശംസിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മുൻ ഇന്ത്യൻ നായകനും ഇതിഹാസ താരവുമായ സുനിൽ ഗവാസ്കറും സഞ്ജുവിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിനം നമുക്കറിയാം, ഗവാസ്കർ സഞ്ജുവിന്റെ ഒരു സ്ഥിരം വിമർശകനാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി എന്ത് സഞ്ജു കുറഞ്ഞ റൺസിന് ഔട്ടായെന്നോ, ശരി മൈക്ക് എടുക്കൂ, പത്രക്കാരെ എഴുതിക്കോളൂ, സഞ്ജു സാംസൺ ശരിയല്ല, അവസരം വിനിയോഗിച്ചില്ല, ഞാനിതാ വിമർശിക്കാൻ പോകുന്നു എന്ന നിലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ക്രിക്കറ്റ് ഇതിഹാസത്തിന്റെ സ്ഥിരം രീതികളിൽ ഒന്നായിരുന്നു സഞ്ജു സാംസണെതിരെയുള്ള വിമർശനങ്ങൾ. നന്നായി കളിക്കുമ്പോൾ പലപ്പോഴും പ്രശംസാ വാക്കുകൾ പറയുന്നില്ലാത്തത് പോകട്ടെ, മറിച്ച് ഫോം ഔട്ട് ആകുന്നത്, കുറഞ്ഞ സ്കോറിൽ ഔട്ടാവുന്നത് കാണുമ്പോൾ അത് കാത്തിരിക്കുന്നത് പോലെയാണ് പല അവസരങ്ങളിലും ഗവാസ്കറുടെ വിമർശനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലായി സഞ്ജുവിനെതിരെ ഉണ്ടായിരുന്നത്. സഞ്ജുവിനോട് എന്തോ വൈരാഗ്യമുള്ളത് പോലെ തന്നെയായിരുന്നു ആ സമയത്ത് ഗവാസ്കറുടെ വിമർശനങ്ങൾ.
എന്നാൽ കഴിഞ്ഞ മത്സരത്തിലെ സെഞ്ചുറിയോടെ സഞ്ജുവിനെ സണ്ണി അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുകയുണ്ടായി. ഈ സെഞ്ചുറി പ്രകടനം സഞ്ജുവിന്റെ കരിയർ മാറ്റുമെന്നാണ് ഗവാസ്കർ പറയുന്നത്. പൊതുവെ സഞ്ജുവിനെ വിമർശിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ഗവാസ്കർ എന്നതിനാൽ തന്നെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രശംസ ആരാധകർക്കും കൗതുകമായിരിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ ദിനം ശ്രീശാന്ത് പ്രശംസിച്ചതുപോലുള്ള ആ ഒരു കൗതുകം. ഈ സെഞ്ചുറി പ്രകടനം അവന്റെ കരിയർ മാറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ സെഞ്ചുറിയുടെ കൂടുതൽ അവസരങ്ങൾ സഞ്ജുവിനെ തേടിയെത്തിയേക്കും. രണ്ടാമത്തെ കാര്യം, ഈ പ്രകടനത്തോടെ സ്വന്തം കഴിവിൽ സഞ്ജു കൂടുതൽ വിശ്വാസം അർപ്പിക്കും. ഇതിനൊപ്പം സഞ്ജുവിന്റെ ഷോട്ട് സെലക്ഷനെയും ഗവാസ്കർ പ്രശംസിക്കുകയുണ്ടായി. പൊതുവെ തുടക്കം മുതൽ ആക്രമിച്ച് കളിക്കുന്നതാണ് സഞ്ജു സാംസന്റെ രീതി എന്ന് നമുക്കറിയാം. നേരത്തെ ഗവാസ്കർ സഞ്ജുവിനെ ഉപദേശിച്ച് ആദ്യ പന്തുകൾ നേരിട്ട് നിലയുറപ്പിക്കാൻ വേണ്ടി ഉപദേശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവിക ശൈലിയിൽ കടന്നാക്രമിക്കാൻ സഞ്ജുവിന് കഴിവുണ്ട് എന്നറിയാം. അതുകൊണ്ട് തന്നെ സഞ്ജു ആദ്യം നിലയുറപ്പിക്കാനാണ് ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശവുമായി ഗവാസ്കർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഗവാസ്കറിന്റെ ഈ ഉപദേശം സഞ്ജു തള്ളിക്കളഞ്ഞിരുന്നു എന്നായിരുന്നു ശ്രീശാന്ത് ആ സമയത്ത് പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ മോശം ഷോട്ടുകൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് മോശം പന്തുകളെ മാത്രം പ്രഹരിക്കുന്ന പക്വതയോടുള്ള ഒരു ഇന്നിംഗ്സ് ആണ്, ഒരു സഞ്ജു ഇന്നിംഗ്സ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഇതാണ് സുനിൽ ഗവാസ്കറിനെ ഹഡാൽ ആകർഷിച്ചത്. സഞ്ജുവിന്റെ ഈ ഒരു ഇന്നിംഗ്സിന്റെ സവിശേഷത അദ്ദേഹത്തിന്റെ ഷോട്ട് സെലക്ഷൻ ആണ്. ഇതിനു മുമ്പ് തുടക്കത്തിലെ തന്നെ മോശം ഷോട്ട് കളിച്ച് സഞ്ജു പലപ്പോഴും വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തവണ അത്തരമൊരു തെറ്റുണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും. ആവശ്യത്തിന് സമയമെടുത്ത് തന്നെയാണ് സഞ്ജു നിലയുറപ്പിച്ചത്. മോശം പന്തിനായി ക്ഷമയോടെ അദ്ദേഹം കാത്തിരുന്നു, എന്നിട്ടാണ് സെഞ്ചുറി നേടിയത്. ഈ പ്രകടനം അവന്റെ ആത്മവിശ്വാസം കൂടുതൽ ഉയർത്തും. സഞ്ജു എത്രത്തോളം പ്രതിഭയുള്ളവനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ അവന് സാധിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ പ്രകടനത്തോടെ മറ്റാരേക്കാളും അവന്റെ ആത്മവിശ്വാസം ഉയർന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് എന്നാണ് ഗവാസ്കർ കൂട്ടിച്ചേർത്തത്. ഹി ബിലോങ്സ് ഹിയർ എന്നും ഗവാസ്കർ പറയുകയുണ്ടായി. യെസ്, സഞ്ജു ബിലോങ്സ് ഹിയർ. സഞ്ജു ഇവിടെ അർഹിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ആ ഒരു സെഞ്ചുറി. അതിനൊപ്പം അഭിനന്ദന സന്ദേശങ്ങളുമായി സാക്ഷാൽ സുനിൽ ഗവാസ്കറും ശ്രീശാന്തും ഒക്കെ എത്തിയ ആ ഒരു വേള. തീർച്ചയായും സഞ്ജുവിന്റെ സെഞ്ചുറി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന മൈലേജ് വളരെ വലുതാണ്.